ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരിയൂരപ്പ ശരണം. സദ്ഗുരുനാഥ് ഭഗവാന് കി ജയ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, അതിൽ ആദ്യത്തെ സ്കന്ധത്തിലെ 19ാമത്തെ അധ്യായം, ഈ ആദ്യത്തെ സ്കന്ധത്തിലെ അവസാന അധ്യായം ആണ് ഇന്ന് വായിച്ച് ഭഗവത് പാദത്തെങ്കിൽ സമർപ്പിക്കാനുള്ളത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടു, മുനി കുമാരൻ്റെ നിന്ന് കിട്ടിയ ശാപവും അത് തനിക്ക് കിട്ടിയ ശിക്ഷ അത് അനുമോദിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഗംഗക്കരയിൽ വന്നു പ്രായോപവേശം എന്നുള്ള കഠിനമായ വ്രതം സ്വീകരിച്ച് ഗംഗക്കരയിൽ ഇരുന്നു എന്നും മഹർഷിമാരൊക്കെ ഒരുപാട് അദ്ദേഹം ഇങ്ങനെ വന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെയാണ് സജ്ജനങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തും. അവിടെ സത്സംഗം ഉണ്ടാവുമെന്ന് അവർക്കറിയാം, അത് ഭഗവാന്റെ നിശ്ചയമുണ്ടെന്നും അവർക്കറിയാം. എന്തായാലും അവരവിടെ വന്നു. ഈ അധ്യായത്തിൽ അങ്ങനെ ആ മഹർഷിമാർ പലരും ഉണ്ട്. അവരോട് ചോദിച്ചു, ഞാനിതാ പ്രായോപവേശം ചെയ്തിരിക്കുകയാണ്, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി, എനിക്ക് ഹരികഥ കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന അനുനിമിഷം എനിക്ക് 7 ദിവസം ആയുസ്സാണുള്ളത്, എനിക്ക് അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പലർക്കും പല അഭിപ്രായമായി. കാരണം മഹർഷിമാരൊക്കെ പല വഴികളിലൂടെ ഭഗവത് പ്രാപ്തിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. കൃത്യമായിട്ടൊരു ഉത്തരം അവരിൽ നിന്ന് കിട്ടിയില്ല. ആ സമയത്താണ് സുഖാഗമനം. സുഖബ്രഹ്മർഷി അവിടേക്ക് വരുന്നു. ഈശ്വരേച്ഛ പോലെ അദ്ദേഹം വരികയാണ്. സാധാരണ നിലയ്ക്ക് ജനനം കഴിഞ്ഞ് പുത്രനെ വിളിച്ചപ്പോൾ പുത്രാന്ന് വിളിച്ചപ്പോൾ അതിന് മറുപടി പോലും പറയാതെ സർവസംഘ പരിത്യാഗിയായി ഇറങ്ങി നടന്ന് അതിന് സർവ മരങ്ങളൊക്കെയാണത്രേ അന്ന് മറുപടി പറഞ്ഞത്. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് സ്വരൂപം ഒന്നാണെന്നുള്ള ഒരു സൂചന സുഖ ബ്രഹ്മർഷി അന്ന് കാണിച്ചു തന്നു നമുക്ക്. എന്തായാലും അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിനോട് പരീക്ഷിത് രാജാവ് ചോദിക്കുകയാണ്, ആസന്ന മരണനായ ഒരാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യരുതാത്തത്? ഈ ഒരു ചോദ്യമാണ് നമ്മളെപ്പോലുള്ളവർക്ക് ഭാഗ്യത്തിന് ഈ ഭാഗവതം കിട്ടാൻ കാരണമായത്. നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പരീക്ഷത്തിന് 7 ദിവസം ആയുസ്സെന്ന് ഉറപ്പുണ്ട്. നമുക്ക് അടുത്ത നിമിഷം നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? ഭഗവത് സ്മരണ ഉണ്ടാവണം. എല്ലാ സമയത്തും നാമം ജപിക്കണം. നാമം ജപിച്ച് 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 മറ്റൊന്നും എനിക്ക് വേണ്ട ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയെ മാത്രം മതി, എനിക്കൊരു കർമ്മവും ചെയ്യേണ്ട ഗുരുവായൂരപ്പ, അതൊക്കെ അങ്ങയ്ക്ക് വേണ്ടി സന്തോഷമാവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യിച്ചാൽ മതി എന്ന ആ ഒരു തോന്നലോട് കൂടിയിട്ട് വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഈ അധ്യായം നമുക്കൊന്ന് വായിച്ച് ഭഗവത് പാദത്തിൽ സമർപ്പിക്കാം. ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, ആദ്യത്തെ സ്കന്ധത്തിൽ 19ാമത്തെ അധ്യായം. നായാട്ടുതീർന്നു അരമനയിൽ വന്നു പശ്ചാത്തപിച്ചു പരീക്ഷിത്തു ദുഃഖിതൻ. അന്യനെ ദ്രോഹിക്കലിന്നേ വരെയില്ല, തെറ്റു ചെയ്യാത്ത മുനിയെ ദ്രോഹിച്ചു ഞാൻ. ദുര്യോധനൻ്റെ കിരീടത്തെ വെച്ചുപോയി ഹിംസ ചെയ്തു മൃഗവിദ്വേഷമേറ്റുവാൻ. സംവദിച്ചു കലിയൊത്തു ഞാൻ പാപിയായി, ദാഹവിശപ്പിനാൽ അജ്ഞാനി ദുഷ്ടനായി. ഇങ്ങനെ ചിന്തിച്ചു ശിക്ഷ നൽകേണമേ എന്നു തേങ്ങി പാപം പോക്കുവാൻ മാത്രമായി. വിപ്രശാപം കിട്ടും, ഭണ്ഡാരം തീർന്നിടും, ചാമ്പലാകും രാജ്യം എൻ്റെ നശിച്ചിടും. ശിക്ഷ കിട്ടേണമേ തെറ്റിനി ചെയ്യാതെ, ഏതു ജന്മത്തിലും പാപിയാകാതെ ഞാൻ. ഇങ്ങനെ ദുഃഖിച്ചു പശ്ചാത്തപിക്കുന്ന രാജനോടോതി ശ്രീ ഗൗരമുഖനിത്.
ശാപവാർത്ത കേട്ട് സന്തുഷ്ടനായി നൃപൻ വൈരാഗ്യവും വന്നു കൃഷ്ണനിൽ ഭക്തിയും. ഏഴാം ദിനം തന്നെ തക്ഷകൻ ദംശിച്ച് മൃത്യു വരിച്ചിടുമെന്നതും ഭാഗ്യമായി. ചിന്തിച്ചു രാജൻ സുഖം വേണ്ട രാജ്യവും സ്വർഗവും വേണ്ട ഭഗവാനിലെത്തണം. ദേഹമോഹം വിട്ട കർമ്മബന്ധം പോയി ബന്ധമുപേക്ഷിച്ച് മുക്തിയെ നേടണം. പോയി വടക്കുദിക് ലക്ഷ്യമാക്കി നൃപൻ ഗംഗാനദിക്കരെ പ്രായോപവേശവും ചെയ്തു. കുശപ്പുല്ലിൽ ധ്യാനിച്ചിരുന്നുടൻ എത്തി മഹർഷിമാർ ശ്രേഷ്ഠർ നിരവധി. അത്രി വസിഷ്ഠൻ ചവനൻ പരാശരൻ മേധാതിഥി ഭരദ്വാജനും ഗൗതമൻ മൈത്രേയനൗർവൻ ഉദധ്യനഗസ്ത്യനും ആഷ്ടിഷേണൻ വ്യാസൻ നാരദൻ തൊട്ടവർ വന്നപ്പോൾ ദണ്ഡ നമസ്കാരവും ചെയ്തു. ശ്രീപരീക്ഷിത്തുടൻ പൂജിച്ചു വേണ്ടപ്പോൾ ശുദ്ധമനസ്കനായി ചൊല്ലി വിനീതനായി മാമുനിമാരെ അനുഗ്രഹിക്കേണമേ. വിപ്രനെ ദ്രോഹിച്ച നീചനാമെന്നുടെ തെറ്റു പൊറുക്കണേ ബ്രാഹ്മണ ശ്രേഷ്ഠരെ. ഞാൻ ചെയ്ത പുണ്യത്തിൻ ബാക്കി ലേശം കൊണ്ട് അന്ത്യകാലത്തെത്തി നിങ്ങളൻ സന്നിധി. രാജ്യവും വീടും ഭരിച്ചു സുഖിച്ചു ഞാൻ ശ്രീഹരിയെ വിട്ടു വിപ്രരെയും തഥാ. ആയതുകൊണ്ടിന്നു ശാപം ലഭിച്ച ഞാൻ വൈരാഗിയായി മുക്തി ഇച്ഛിക്കും മർത്യനായി. തക്ഷകൻ വന്നു കടിക്കുന്നതിൻ മുമ്പ് ഭാഗവതമെന്നെ കേൾപ്പിക്കണം മുതാം. സത്സംഗവും ഭക്തസംഗവും കൂടാതെ ഭക്തിയുമേകണം തദ്വാരാമുക്തിയും. ഇങ്ങനെ ചൊല്ലിയ ശ്രീപരീക്ഷിത്തിനെ പുഷ്പവൃഷ്ടി ചെയ്തു ദേവകൾ ധന്യരായി. സർവർക്കും വീണ്ടും നമസ്കാരവും ചെയ്തു ഭാഗവതം കേൾക്കാൻ കാത്തിരുന്നു നൃപൻ. മാമുനിമാർ ചൊല്ലി വന്ദനം ഭൂപതേ. പാണ്ഡവപൗത്രനാം കൃഷ്ണപ്രിയൻ നൃപാം ജ്ഞാനിയായി ഭവാൻ ഞങ്ങളജ്ഞർ എന്തു ചൊല്ലിത്തരും നാമകീർത്തനം ചൊല്ലിടാം. രാജാവിൻ മുക്തിയെ കണ്ടു മടങ്ങിടാം. സത്സംഗം നമ്മെയും ശുദ്ധരാർക്കും ദൃഢം. അപ്പോൾ നൃപൻ ചൊല്ലി വേദസ്വരൂപമാം വിപ്രരെ നിങ്ങൾ പരഹിതരല്ലയോ. ലാഭേച്ഛയില്ലാതെ വേദവിധി ചെയ്യും നിങ്ങളെനിക്കും ഹരികഥയോദണേ. എന്നോദിയപ്പോൾ എതിർച്ഛയാ ശ്രീസുകൻ വന്നു സ്ത്രീ ബാലരോടൊത്തു ദിഗംബരൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആത്മജ്ഞൻ സഞ്ചാരി വ്യാസസുതൻ തുഷ്ടൻ എന്നും പതിനാറി സുന്ദരൻ ശ്യാമളൻ. നീണ്ട കൈകാലും ദൃഢമേനി നെറ്റിയും നല്ല മുടി ഭ്രൂതിളങ്ങുന്ന കണ്ണുകൾ. ശംഖുകഴുത്തും വിരിമാറും പൂണുനൂൽ മൂന്നു വലിയും വിടുങ്ങി അരവയർ. ആജാനുബാഹു അവധൂതൻ പുഞ്ചിരി തൂകി കടാക്ഷിക്കും കാരുണ്യവൻ ഋഷി. പിന്നാലെയെത്തി ഹസിക്കും ശിശുക്കളും ഒപ്പം കലപില ചൊല്ലി യുവതികൾ. എത്തി പരിവാരഘോഷത്തോടെ ഋഷി ലക്ഷണം കൊണ്ട് അറിഞ്ഞത്. വേഗത്തിൽ കാൽക്കൽ നമസ്കരിച്ചു നൃപൻ
സ്വാഗതം ചൊല്ലിയിരുത്തി പൂജിക്കവേ പേടിച്ചു സ്ത്രീ ബാലരോടീ മറയവേ ഉത്തമ പീഠത്തിൽ വായിച്ചു പണ്ടവർ ബ്രഹ്മർഷി രാജർഷി ദേവർഷി ഒക്കെയും ചുറ്റും നമിച്ചു അതിവിനയത്തോടെ ചന്ദ്രനെ പോലെ തിളങ്ങി ശുഗൻ തഥാ നക്ഷത്രമാകും ഋഷികളാൽ സേവിതൻ ചൊല്ലി നൃപൻ ഋഷേ സജ്ജന രക്ഷകാം ആത്മജ്ഞനാം മഹായോഗിൻ ഇതം വരാം പാപം നശിപ്പിക്കും കൃഷ്ണകഥകളെ ചൊല്ലേണമേ കലികന്മഷം തീർക്കണേ പാണ്ഡവബന്ധുവം കൃഷ്ണൻ പ്രസാദിച്ച് അങ്ങയെ എത്തിച്ചു നീചനൻ സന്നിധി ആത്മാനുഭൂതിയാൽ ലോകം മറക്കുന്ന അങ്ങയെ കാണുകിൽ നേടാം വിശുദ്ധിയും യോഗികൾക്കും ഗുരുവാകും മഹാർഷേ എന്നും മരിക്കുന്ന മർത്യന്റെ കർമ്മവും എന്തു ജപിക്കണം എന്തു സ്മരിക്കണം ആരെ ഭജിക്കണം ഓർക്കേണം നിത്യവും ഗോദോഹന കാലം മാത്രം ഒരു ഗൃഹേ വാസം ചെയ്യും ഋഷേ ചൊല്ലു ഹരികഥ ഭാഗവതം കേട്ട് മുക്തി നേടട്ടെ ഞാൻ അങ്ങൊന്നിൻ വാക്ക് അമൃതായി തീരണേ അന്ത്യകാലത്തു ഞാനാരേ സ്മരിക്കണം നിത്യകർമ്മം സദാ ചെയ്യേണ്ടതെന്തു ഞാൻ ചെയ്യരുതാത്തതും ധർമ്മഭൂമോദണേ വൃത്തികളെന്നും പരഹിതമാക്കണേ കൃഷ്ണാരാധേ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ നമഃ. ഒന്നാമത്തെ സ്കന്ധത്തിലെ അധ്യായം 19 കഴിഞ്ഞു. ഒന്നാമത്തെ സ്കന്ധം അവസാനിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരയേ നമ ഹരയേ നമ ഹരയേ നമ.